പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളകാം എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് യോബിൻ്റെ ഭാര്യ യോബിനോട് പറഞ്ഞ വാക്കാണ്. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയി എന്ന് പറഞ്ഞു. ദീർഘകാലങ്ങൾ യോബിൻ്റെ ഭാര്യയായി കുടുംബത്തിനകത്ത് സന്തോഷവതിയായി ജീവിച്ച ഈ സഹോദരി യോബിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ അവൾ യോബിനോട് പറയുക, ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളവാൻ എന്ന് പറഞ്ഞ്, എനിക്ക് നിന്നെ വേണ്ട, നിന്നെ കൊണ്ട് നീ യാതൊരു കഴിവുമില്ല, നീ ഒരു വ്രണം പിടിച്ച രോഗിയായി, നിനക്കുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല, അതുകൊണ്ട് നിന്നെ ഭർത്താവായിട്ട് വേണ്ട, നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിക്കാൻ. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ നന്മ അനുഭവിച്ചവളാണ്. ഒരു യഥാർത്ഥ പിന്മാറ്റക്കാരിയുടെ അനുഭവമാണ്. ജീവിതത്തിൽ നന്മ വന്നപ്പോൾ ദൈവത്തെ വേണമായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നീ ദൈവത്തെ വേണ്ടാത്ത ഒരു പിന്മാറ്റക്കാരിയുടെ അനുഭവമാണ് യോബിൻ്റെ ഭാര്യയുടെ ജീവിതം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു നാം പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അറിയപ്പെടാത്തവരുടെ പട്ടികയിൽ അല്ലെങ്കിൽ യോബിൻ്റെ ഭാര്യയും വരുന്നു. പ്രൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പേര് പറയാത്ത ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട അനവധി സഹോദരിമാരെ കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയും അറിയപ്പെടാത്തവരുടെ പട്ടികയിൽ യോബിൻ്റെ ഭാര്യയുടെ പേരും വരുന്നു. അവളുടെ പേരെന്താണ് എന്ന് നമുക്കറിയില്ല. എന്നാലും അവൾ പറഞ്ഞ വാക്കുകൾ വളരെ ക്രൂരമായിപ്പോയി. പ്രഹീശനോ, അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ വാക്ക് വളരെ ക്രൂരമായിപ്പോയി, കഠിനമായിപ്പോയി. ഒരു ഭർത്താവിനും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയാത്ത, വേദനിപ്പിക്കുന്ന, തളർത്തിക്കളയുന്ന വാക്കുകളാണ് അവൾ സംസാരിച്ചത്. ദൈവം ഭാര്യയെ ജീവിതസഖിയായി ഒരു പുരുഷന് കൊടുത്തിരിക്കുന്നു. ഭാര്യ എന്താണ്? ജീവിതസഖിയായി മരണം വരെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഭാര്യയെ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ദുഃഖത്തിലും സുഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും രോഗത്തിലും ആപത്തിലും എല്ലാം കൂടെ ഇരുന്ന് ഭർത്താവിന് താങ്ങും തണലുമായിരിക്കണമെന്നാണ് ദൈവം ഭാര്യയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് കുടുംബ ജീവിതം തരേണ്ടത്, അല്ലേ? അവൻ തരുന്നത്. അപ്പം ഭർത്താവിന് എപ്പോഴും താങ്ങും തണലുമായിരിക്കേണ്ട ഈ ഭാര്യയാണ് തൻ്റെ ജീവിതത്തിൽ യോബിൻ്റെ ജീവിതത്തിൽ ചില പരീക്ഷകൾ കടന്നു വന്നപ്പോൾ അവൾ ദൈവത്തെ ത്യജിച്ച് നീ പോയി മരിക്കാൻ പറയുന്നത്. ഭാര്യമാരുടെ സ്വഭാവമാണ്. 128-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കണ്ട് ഭാര്യ വീട്ടിനകത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് 128-ാം സംഗീതം രേഖപ്പെടുത്തുന്നുണ്ട്. 128-ാം സംഗീതം 3-ാം വാക്യം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ നാം. ഹല്ലേലൂയ. അപ്പൊ യോബിന്റെ ഭാര്യയുള്ള ബന്ധത്തിൽ അവൾ എങ്ങനെ ആയിരിക്കണം? അവളുടെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അവളുടെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരുവിധകൾ പോലെയും ഇരിക്കും. അങ്ങനെയായിരുന്ന കുടുംബം. പണമുണ്ടായിരുന്നപ്പോൾ, ആടുമാട് കന്നുകാലികൾ ദാസന്മാർ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ യോബിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ആയിരുന്നു. എന്നാൽ പരീക്ഷകൾ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നു, അവളുടെ രീതികൾക്ക് മാറ്റം വന്നു, അവളുടെ ചിന്തകൾക്ക് മാറ്റം വന്നു, അവളുടെ സംസാരങ്ങളെല്ലാം മാറിപ്പോയി. കാരണം അവൾക്ക് മനസ്സിലായി, ഇനിയും ജീവിതത്തിൽ സന്തോഷമൊന്നുമില്ല, ഇനി ഉയരുവാൻ പോകുന്നില്ല, എല്ലാം നശിച്ചു. ഇവൻ്റെ കൂടെ നിന്നിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ യോബിൻ്റെ കൂടെ നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. കഷ്ടതയിൽ താങ്ങായിട്ട് നിൽക്കേണ്ടതാണ് ഭാര്യ.
അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദരിമാരുടെ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ, ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ, യോബിന്റെ ഭാര്യ സംസാരിച്ചതുപോലെ നിങ്ങൾ സംസാരിക്കാതെ നിന്റെ ഭർത്താവിന് താങ്ങും തണലുമായി അവന്റെ താഴ്ചയിലും ഉയർച്ചയിലും വീഴ്ചയിലും രോഗത്തിലും ആപത്തിലും കഷ്ടതയിലും കഷ്ടപ്പാടിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം ഭർത്താവിന് ഒരു ആശ്വാസമായിരിക്കുന്ന ഭാര്യ. അങ്ങനെയുള്ള കുടുംബമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടും എന്നാണ് തിരിച്ചറിയണമെങ്കിൽ പിന്മാറ്റക്കാരുടെ അനുഭവം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കും. താങ്ങും തണലുമായി ദൈവത്താൽ കൊടുക്കപ്പെട്ടവൾ ഭർത്താവിനെ നിന്ദിക്കുന്നത് എത്ര വേദനാജനകമാണ്. ഹല്ലേലൂയ. കൂടെ ഇരിക്കാൻ വേണ്ടി കൊടുത്ത ഭാര്യ ഭർത്താവിനെ നിന്ദിക്കുന്നത് വളരെ ക്രൂരമാണ്. ചില ഭവനത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് യാതൊരു വിലയുമില്ലാതെ ഭാര്യമാർ സംസാരിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കാതെ, അവർക്ക് കൊടുക്കേണ്ട ആദരവ് ബഹുമാനം കൊടുക്കാതെ വെറും വീട്ടിലെ ഒരു വേലക്കാരനെ പോലെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുന്ന അനവധി സഹോദരിമാരെ ആത്മജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പല ഭവനങ്ങളിൽ അങ്ങനെ ചെന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്, തെറ്റാണ്. നിങ്ങൾ താങ്ങും തണലുമായി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് കൂടെ ഇരിക്കണം. അതുകൊണ്ട് മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ഭവനത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഭർത്താക്കന്മാരുടെ വീഴ്ചയിൽ ഭാര്യമാർ അവരെ ശുശ്രൂഷിക്കുന്ന കണ്ടിട്ട് വളരെ കണ്ണുനീര് വന്നിട്ടുണ്ട്. കാരണം അത്ര സ്നേഹത്തോടെ കരുതലോടെ ചെയ്യുന്ന സഹോദരിമാരെയും കണ്ടിട്ടുണ്ട്. രക്തം ചെയ്യും. അങ്ങനെ ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ ശുശ്രൂഷിക്കും കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ഈ താങ്ങും തണലുമായിരിക്കേണ്ടവൾ പറയുകയാണ്, നീ ദൈവത്തെ ത്യജിച്ചു പറയുക. ഹല്ലേലൂയ. ഭർത്താവിനെ നിന്ദിക്കുന്നത്, ഹല്ലേലൂയ, എന്ന് പറഞ്ഞ പരീക്ഷാ കാലഘട്ടങ്ങളിൽ ആ ഭർത്താവിനെ നല്ല ഉത്തമനായി ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഉത്തമനെ ചേർത്ത് പിടിച്ച് ഭർത്താവിനോടൊപ്പം നിൽക്കാതെ, യോബിന്റെ പരീക്ഷാഘട്ടങ്ങളിൽ യോബിനെ ഉത്തമനായി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പരീക്ഷാഘട്ടങ്ങളിൽ യോബിനോട് കൂടെ നിൽക്കാതെ ഇവൾ എന്താ ചെയ്തത്? ഒരു വലിയ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളി താഴേക്കിടുന്നത് പോലെ യോബിനെ തള്ളി താഴെയിട്ട് ചവിട്ടി മെതിച്ചു കൂട്ടുന്നത് പോലായി ഇവൾ പറഞ്ഞ വാക്കുകൾ. അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി? ഒരു 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഭർത്താവിനെ തള്ളി താഴെയിട്ട് ഇറങ്ങി വന്ന് ചവിട്ടി മെതിച്ചു കൂട്ടുന്നത് പോലെയുള്ള അനുഭവമല്ലേ യോബിന് കിട്ടിയത്? താങ്ങ് തള്ളുമായിരിക്കേണ്ട ഭാര്യയല്ലേ? അവളെന്താ പറഞ്ഞത്? നീ ഇതിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ തിരിച്ചു പടം മറിഞ്ചുകളെ എന്ന് പറഞ്ഞാൽ അവനെ ചവിട്ടിക്കൂട്ടുകയാണ്. അല്ലേ? ഇന്ന് നടക്കുന്ന അനവധി ഭവനത്തിനകത്ത് ഭർത്താക്കന്മാരെ ചവിട്ടിക്കൂട്ടുന്ന ഭാര്യമാരുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ആയിരുന്നു കേട്ടോ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബജീവിതം സന്തോഷമായി പണിതെടുക്കണം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബം ഏത് കഷ്ടതയുടെ നടുവിലും ഭാര്യ ഭർത്താവ് ചേർന്നിരുന്ന് കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടും. രക്തം ചെയ്യും. ഇതൊരു ഉപദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അപ്പം വലിയൊരു കെട്ടിടത്തിൽ തള്ളി താഴെയിട്ട് കാൽക്കൊണ്ട് ചവിട്ടിക്കളയുന്നത് പോലെ ആയിരുന്നു അവളുടെ വാക്കുകൾ. ഉയർച്ചയുടെ കാലങ്ങളിൽ അവൾ യോബിനോട് കൂടി സന്തോഷമായി ജീവിച്ചവളാണ്. ഉയർച്ചയുടെ കാലഘട്ടം യോബിനുണ്ടായിരുന്നു. അന്ന് യോബിനോട് കൂടെ വളരെ സന്തോഷമായി, വളരെ ആനന്ദമായി ജീവിച്ചു പോന്നവളുടെ വാക്കുകൾക്കകത്ത് വന്ന മാറ്റങ്ങൾ, അല്ലേറിയ ക്രൂരതയുടെ വാക്കുകൾ, നീച്ചവും നിന്ദ്യവുമായ വാക്കുകൾ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, എൻ്റെ നിങ്ങളുടെ വാക്കുകൾ ദൈവം ശ്രദ്ധിക്കും. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്ന യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് മാലാഖയുടെ പുസ്തകം 3:16 വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാം പറയുന്ന ഓരോ വാക്കുകൾക്കും നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി, ഹല്ലേലൂയ, വളരെ സന്തോഷമായി ജീവിച്ചവർ, അവരുടെ കുടുംബത്തിൽ 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 500 മാടുകൾ, 500 കഴുതകൾ, ധാരാളം ജോലിക്കാർ ഒക്കെ ഉണ്ടായിരുന്ന യോബിന്റെ ഗുണങ്ങൾ വളരെ വിശേഷപ്രദമായിരുന്നു. ഒന്നിനും കുറവില്ലാതെ ഏറ്റവും ശ്രേഷ്ഠമായി ജീവിച്ച യോബിന്റെ ജീവിതം വളരെ ഫലപ്രദമായിരുന്നു. ഹല്ലേലൂയ. ദൈവം യോബിനെ കുറിച്ച് പറഞ്ഞത്, യോബിന്റെ പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുന്നുണ്ട്. ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം അകന്നവനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടവും 500 കാളയും 500 പെൺകഴുതിയും മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജലവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വദിഗാസികളിലും മഹാനായിരുന്നു എന്നാണ്
ഹല്ലേലൂയ. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യം. ഹല്ലേലൂയ. അപ്പൊ എല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധിയോട് കൂടി ജീവിച്ച, വളരെ മനോഹരമായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച, ആനന്ദത്തോടു കൂടിച്ച ഒരു ജീവിതം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 1-8 വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു, അവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരുമില്ല എന്ന സാത്താന്റെ ചോദ്യത്തിന് പോലും ഇയ്യോബിനെ കുറിച്ച് ദൈവം നല്ല സാക്ഷ്യം പറഞ്ഞു. ആ സ്ഥാനത്താണ് ഇയ്യോബിന്റെ ഭാര്യ പറയുന്നത്, നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ നീ ദൈവത്തെ ത്യജിച്ചു മരിച്ചു കളയാൻ പറയുന്നത്. കഷ്ടതയിൽ കൂടിയിരിക്കേണ്ടവൾ, സങ്കടത്തിൽ കൂടെയിരിക്കേണ്ടവൾ, നിരാശയിൽ കൂടെയിരിക്കേണ്ടവൾ, ആപത്ത് കാലത്ത് കൂടെയിരുന്ന് ചികിത്സിക്കേണ്ടവൾ, ഇയ്യോബിനെ ശുശ്രൂഷിക്കേണ്ടവൾ. ഹല്ലേലൂയ. അവന്റെ വേദനയോട് ചേർന്ന് സങ്കടം പങ്കിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ച് അവന്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തിന് ഇടിവ് നിൽക്കേണ്ട ഇയ്യോബിന്റെ ഭാര്യ. ഇപ്പൊ അവൾക്ക് ഇയ്യോബിനെ വേണ്ട. ഓർത്തു നോക്കിയേ, ദൈവം ഹല്ലേലൂയ ചില മനുഷ്യരെയൊക്കെ ഹല്ലേലൂയ ന്യായം വിധിക്കുന്ന നാളിൽ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നമുക്കറിയത്തില്ലെങ്കിലും ദൈവം അവളെ മറന്ന് കളഞ്ഞിട്ടില്ല. നമ്മ ഭാഗത്തിലേക്ക് വരും രക്തം ചെയ്യാൻ. ഇയ്യോബിന്റെ ഭാര്യ ഒരു പിൻമാറ്റക്കാരിയെ പോലെ സംസാരിച്ചെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തിന് മാറ്റം വരുത്താതെ, ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റം വരുത്താതെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റം വരുത്താതെ, പ്രമാണത്തിന് മാറ്റം വരുത്താതെ മുൻകാലങ്ങളിൽ ഇയ്യോബ് എങ്ങനെ ജീവിച്ചോ ആ ഒരു അനുഭവത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് പിന്നത്തെ ഇയ്യോബിനെ കൊണ്ടുവരുന്നുണ്ട്. നമുക്കവിടെ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതെ, നമ്മൾ ദൈവത്തെ മറന്നാലും ദൈവം നമ്മെ മറന്നു കളയത്തില്ല. നാം അവിശ്വസ്തനായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നുവെന്ന് നമുക്ക് ലേഖനങ്ങളിൽ വായിക്കാൻ കഴിയും. അത് ഇവിടെ ഇയ്യോബിന്റെ ഭാര്യ ദൈവത്തോട് അവിശ്വസ്തത പുലർത്തുന്നു, അവളുടെ ഭർത്താവിനോടും അവിശ്വസ്തത പുലർത്തുന്നു. ഹല്ലേലൂയ. കൂടെ ഇരുന്ന് സഹായിക്കേണ്ടിയവൾ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 1-13 വാക്യം വായിക്കുമ്പോൾ സാത്താന്റെ രണ്ടാമത്തെ ആക്രമണമാണ് ഇയ്യോബിന് നേരെ. ഹല്ലേലൂയ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സാത്താൻ വീണ്ടും ഇയ്യോബിനെ രൂക്ഷമായി ആക്രമിക്കാൻ തയ്യാറെടുത്തു. ആദ്യത്തേതുപോലെ നടന്ന മറ്റൊരു സംഭാഷണത്തിന് ശേഷമാണ് ദൈവം സാത്താന് അതിനുള്ള മറുപടി നൽകിയത്. 2:4 ത്വക്കിന് പകരം ത്വക്ക് എന്ന് പറയുന്ന പഴഞ്ചൊല്ലാണ് സ്വന്തം ശരീരത്തിന് കുഴപ്പം പറ്റിയില്ലെങ്കിൽ മറ്റെന്ത് നഷ്ടം വന്നാലും മനുഷ്യൻ കാര്യമാക്കുകയില്ല എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ. ഹല്ലേലൂയ ആണ് ഇവിടെ പറയുന്നത്. ഈ പ്രാവശ്യം സാത്താന്റെ വെല്ലുവിളി ഹല്ലേലൂയ സാത്താന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ദൈവം സന്നദ്ധനായി. ഹല്ലേലൂയ, സന്നദ്ധനായി. പക്ഷേ ഇയ്യോബിന്റെ ജീവനെ തൊടുവാൻ സാത്താനെ അനുവദിച്ചില്ല. രണ്ടാമത്തെ വെല്ലുവിളി ഇയ്യോബിന്റെ ജീവനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. അപ്പം പുതിയ നിയമത്തിൽ പത്രോസിനെ അല്ലെങ്കിൽ ആക്രമിക്കുവാനും സാത്താൻ ഇതുപോലെ ഒരിക്കൽ അനുവാദം ചോദിച്ചു. പക്ഷെ കർത്താവ് അനുവാദം നൽകിയില്ല എന്ന ലൂക്കോസ് സുവിശേഷത്തിൽ 22:31-32 വാക്യങ്ങൾ കാണാൻ കഴിയും. പത്രോസിന് നേരെ ഇതുപോലെ സാത്താൻ ആക്രമണമായിട്ട് വന്നു. പക്ഷെ നമ്മുടെ ദൈവം സമ്മതിച്ചില്ല. ഇവിടെ ദൈവത്തിന് ഇയ്യോബിന്റെ ശരീരത്തിൽ മാരകമായ രോഗം വരുത്തിയാൽ അവൻ ദൈവത്തെ ത്യജിച്ചു പറയുമെന്നായിരുന്നു സാത്താൻ വിചാരിച്ചത്. ഹല്ലേലൂയ. അവന്റെ ശരീരത്തിൽ വളരെ മാരകമായി ഇതുപോലെ രോഗം വന്നാൽ അവൻ ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന് സാത്താൻ ചിന്തിക്കുക. പക്ഷെ അപ്പോഴും ഇയ്യോബ് തന്റെ വിശ്വാസം ത്യജിക്കുന്നില്ല എന്ന് സാത്താൻ കണ്ടപ്പോൾ അവൻ മറ്റൊരു സൂത്രം പ്രയോഗിച്ചു. ഇയ്യോബിന്റെ ഭാര്യയിൽ കൂടി സാത്താൻ ഹല്ലേലൂയ അതിനുള്ള നിർദ്ദേശം നൽകുന്നു. അപ്പൊ ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചു പറയുന്നില്ല, ദൈവത്തിന് അകന്നു പോകുന്നില്ല, തന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നില്ല. താൻ ദൈവത്തോട് ചേർന്ന് ഹൃദയം കൊണ്ട് പാപം ചെയ്യാതെ ആ രോഗാവസ്ഥയിലും ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഇയ്യോബിനെ പിശാചിനെ തകർക്കാൻ കഴിയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സാത്താൻ അടുത്ത നടപടി പെട്ടെന്ന് ഇയ്യോബിന്റെ ഭാര്യയിലേക്ക് കയറി. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ഭാര്യയിലേക്ക് പ്രവേശിച്ചിട്ട് അവളോട് പറയാം, നീ നിന്റെ ഭർത്താവിനോട് പറ, നീ ദൈവത്തെ മുറുകെ പിടിക്കാതെ അവനെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയാം. എന്നെ കേൾക്കുന്നപ്പോൾ ഈ സഹോദരങ്ങളെ, ഭർത്താക്കന്മാർക്ക് കഷ്ടത വരുമ്പോൾ ഇനി തിരിച്ചു വരെ ഭാര്യമാർക്ക് കഷ്ടത വന്നാലും ഹല്ലേലൂയ പരസ്പരം പ്രാർത്ഥനയിൽ നിന്നിട്ടിരിക്കണം കേട്ടോ. സാത്താൻ ഏത് സമയത്താണ് നമ്മുടെ ബലഹീന സമയങ്ങളിൽ നമ്മൾ പ്രവേശിച്ച് കുടുംബത്തിനകത്ത് ചിഹ്ന ഭിന്നമായ അനുഭവം കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല കേട്ടോ.
രക്തം ചെയ്യും. ഇത് അനേക കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ്. യോബിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അനവധി കുടുംബങ്ങൾ ഇതേപോലെ കഷ്ടം സഹിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നല്ല കാലങ്ങളിൽ നന്മ കിട്ടിയപ്പോൾ, അനുഗ്രഹം കിട്ടിയപ്പോൾ, സുഖസന്തോഷ ജീവിതം നയിച്ചപ്പോൾ ദൈവത്തെ അവർക്ക് വേണമായിരുന്നു. അന്ന് ദൈവം അവർക്ക് വലുതായിരുന്നു. അന്ന് ദൈവം ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നു. ഭവനത്തിനകത്ത് ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് കൊടുത്തിരുന്നു. എന്നാൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവിടെ സാത്താൻ നിന്നിലേക്ക് പ്രവേശിച്ചിട്ട് ദൈവത്തെ നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന അനുഭവത്തിലേക്ക് സാത്താൻ ചിലരെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ശ്രോതാവി, നിന്റെ ആത്മജീവിതത്തെ തകർക്കാൻ സാത്താൻ പല പദ്ധതികളുമായിട്ട് വരും. അവിടെ നീ വളരെ സൂക്ഷ്മ ബുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യോബ് സാത്താന്റെ കെണിയിൽ വീണില്ല. അവൻ ഭാര്യയെ കഠിനമായി ശാസിക്കുകയാണ് ചെയ്തത്. യോബ് സാത്താന്റെ കെണിയിൽ വീഴാതെ യോബ് തന്റെ ഭാര്യയെ കഠിനമായി ശാസിച്ചു. അതാണ് യോബ് പറയുന്നത്. അവൻ അവളോട്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നത് തിന്മയും കൈക്കൊള്ളരുത് എന്ന് പറഞ്ഞു. ഇതിലൊക്കെയും ഇതിലൊന്നിലും യോബ് അത്തരങ്ങളാൽ പാപം ചെയ്തില്ല. യോബിന്റെ ഭാര്യ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെയാണ് യോബിനോട് ആ സമയം സംസാരിച്ചത്. ഹല്ലേലൂയ. അവിടെയൊക്കെ യോബ് തന്റെ മനധൈര്യം ദൈവത്തിന് മുറുകെ പിടിച്ച് തനിക്ക് വന്ന കഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തിന് മാത്രം നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും, തനിക്ക് സൗഖ്യം വരുന്നുള്ള ദൃഢചിന്ത ഒരുപക്ഷെ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തൻ്റെ ഭക്തിയെ താൻ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി യഹോവയോട് ചേർന്ന് നിൽക്കുക. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം കേട്ടോ. നമ്മുടെ ദൈവം അത്ര സ്നേഹവാനാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, കുടുംബ ജീവിതത്തിൽ നിൽക്കുന്നവരോട് പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആരും സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ സന്തോഷമായ, സമർത്ഥമായ, സ്നേഹമുള്ള, സമയ താല്പര്യമുള്ള, കരുതലുള്ള നിങ്ങളുടെ കുടുംബത്തെ, ഭാര്യഭർത്തൃ ജീവിതത്തെ തകർക്കുവാൻ സാത്താൻ പല കെണികളും കൊണ്ടുവരും. അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുവരും, ഭിന്നതകൾ കൊണ്ടുവരും, സംശയങ്ങൾ കൊണ്ടുവരും. രോഗങ്ങൾ തന്ന് ഭർത്താവിനെ തളർത്തുവാൻ, രോഗങ്ങൾ തന്ന് ഭാര്യയെ തകർക്കുവാൻ പിശാച് പദ്ധതികൾ കൊണ്ടുവരും. അതിൻ്റെ നടുവിൽ നീ തകർന്നു പോകാതെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യനോ സാത്താനോ വേർപിരിക്കാൻ കഴിയാതെ നിന്റെ കുടുംബ ജീവിതത്തെ നീ സന്തോഷമായി പണിതെടുക്കണം കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. പലരുടെയും കുടുംബങ്ങൾ വീണു പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവവചനമൊക്കെ പ്രസംഗിക്കുമ്പോൾ, ഹല്ലേലൂയ, വീടുകളൊക്കെ സന്ദർശിക്കും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട്, ഞങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ കുടുംബം ദൈവത്താൽ പണിയണമെന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില കുടുംബങ്ങളെ പിശാച് ചില്ലുകുപ്പി ഉടയുന്നത് പോലെ ഉടച്ചു കളയുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ചില്ലുകുപ്പി ഉടഞ്ഞാൽ അത് പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ സാത്താൻ ചില കുടുംബത്തിനകത്ത് പ്രവേശിച്ച് ചില്ലുകുപ്പി ഉടയുന്നത് പോലെ ചില കുടുംബങ്ങളെ ചിതറിച്ച് കളഞ്ഞിട്ട് പരസ്പരം വാക്കുകൾ കൊണ്ട്, പരസ്പര ചിന്തകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെയുള്ള കഠിനമായ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ചിലത് വേർവിട്ട് പോയിട്ടുമുണ്ട്. നിങ്ങളൊന്നും അങ്ങനെ ആകരുത് കേട്ടോ. നമുക്ക് ഈ ഭൂമി പരീക്ഷയുണ്ട്, അല്ലേ? നമുക്ക് ഈ ഭൂമി കഷ്ടതയുണ്ട്, നമുക്ക് ഭൂമി സങ്കടങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറഞ്ഞൊരു ഭാഗമുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യോബേ, നീ പരീക്ഷയിലൂടെ കടന്നു പോകുന്നുണ്ടോ? നീ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടോ? നീ രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? യോബേ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനെ തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലുള്ള ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ വചനം യോബിന്റെ ജീവിതത്തിൽ എത്ര യാഥാർത്ഥ്യമായി. സഹോദര, സഹോദരി, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ പരീക്ഷയിലൂടെ കടന്നു പോകുന്നുണ്ടോ? പ്രതിസന്ധിയുടെ കടന്നു പോകുന്നുണ്ടോ? കുടുംബത്തിനകത്ത് വിള്ളലുകളുണ്ടോ? കുടുംബത്തിനകത്ത് ഇടർച്ചകളുണ്ടോ? കുടുംബത്തിനകത്ത് താഴ്ചകളുണ്ടോ? രോഗങ്ങൾ, അപമാനങ്ങൾ, നിന്ദകളൊക്കെ നിന്റെ കുടുംബ ജീവിതത്തിലുണ്ടോ? അതിൻ്റെ നടുവിൽ നീ പതറിപ്പോകാതെ യോബ് ദൈവത്തോട് ചേർന്നിരുന്നത് പോലെ ആ പരീക്ഷ നിനക്ക് അതിജീവിപ്പാൻ നീ ദൈവത്തിന് താണിരുന്നു കൊണ്ടിരിക്കുന്നെങ്കിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് സമ്പൽ സമൃദ്ധിയുടെ അനുഭവത്തെ തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്.
അതെ, നിന്റെ പരീക്ഷകളെ മാറുവാൻ, കുടുംബത്തിൻ്റെ കഷ്ടതയെ മാറുവാൻ, നിന്റെ തകർച്ചകളെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അല്ലെങ്കിൽ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് കഷ്ടപ്പാടുകളുടെ നേരത്തിൽ കഷ്ടപ്പാടുകൾ കടന്നു വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മനസ്ഥിതിയെ വെളിപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുമെങ്കിലൂടെ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, എല്ലാം നഷ്ടമായി മാറുമ്പോൾ, ആരും ഒരു സഹായമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സമയത്താണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മനസ്ഥിതിയെ വെളിപ്പെടുത്തുന്നത്. അതാണ് ഇയ്യോബിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സ്വർണം അഗ്നിയിലിട്ടുരുക്കുന്നത് പോലെ അതി ഇയ്യോബിനെ ഒരു തീയിൽ കൂടി എന്ന് പറഞ്ഞ പോലെ കടത്തിവിട്ട് തന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുക. സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യുന്നു? വലിയ തീയിലൂടെ കടത്തിവിട്ട് ഉരുക്കി അതിൻ്റെ കീടങ്ങളെല്ലാം മാറ്റിയെടുത്ത് നല്ല പരിശുദ്ധമായൊരു സ്വർണം വാർത്തുണ്ടാക്കി എടുക്കുന്നത് പോലെ സ്തോത്രം അല്ലെങ്കിൽ ഇയ്യോബിനെ ദൈവം തീയിൽ കൂടി എന്നതുപോലെ കടത്തിവിടുകയാണ്. നമ്മൾ ഈ സദൃശവാക്യം 25:4 വായിക്കേണ്ടത് വെള്ളി ഊതിക്കഴിച്ചാൽ തട്ടാൻ നല്ലൊരു ഉരുപ്പിടി കിട്ടുമെന്ന്. ഇതുപോലെ വെള്ളിയും തീരിട്ട് ഉരുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൽ ഒതുക്കഴിച്ചാൽ അതിൻ്റെ കീടങ്ങളെ മാറിക്കഴിയുമ്പോൾ തൊട്ടാൽ നല്ലൊരു ഉരുപ്പിടി എന്ന് പറഞ്ഞാൽ തീയിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ഇയ്യോബിനെ ശോധനയുടെ കടത്തിവിട്ടതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ഈ തലമുറയ്ക്ക് ഒരു ദൂതാണത്. ഈ തലമുറയ്ക്ക് നമുക്കൊരു ദൂത്. അതുകൊണ്ട് എന്ത് കഷ്ടം വന്നാലും സ്തോത്രം പറയണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവം ഇഷ്ടമെന്ന് ഹല്ലേലൂയ സ്തോത്രം. 1 തെസ്സലോനിക്കർ 5:16, 17, 18 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ എല്ലാറ്റിനും സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, നീ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കും. കരയുന്ന അനുഭവം, കണ്ണുനീരിൻ്റെ അനുഭവം, മരണകരമായ അനുഭവം, കുടുംബത്തിൽ ദുഃഖവേളകളിൽ നിന്റെ കുടുംബത്തിനകത്ത് സാത്താൻ പല തന്ത്രങ്ങൾ കൊണ്ടുവന്ന് നിന്റെ കുടുംബത്തിനകത്ത് ആൾനാശം കൊണ്ടുവരുവാൻ മരണം കൊണ്ടുവരാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നീ അത് തിരിച്ചറിഞ്ഞിട്ട് ആ സാത്താനെതിരെ നീ പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇപ്പം താങ്ങും തണലുമായി ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിൽക്കേണ്ടവൾ ഇപ്പം ഇയ്യോബിനെ വലിയ കെട്ടിടത്തിൽ തള്ളിയിട്ട് ചവിട്ടിക്കൂട്ടിയതുപോലെ ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനെ ചവിട്ടിക്കൂട്ടിയിട്ടും ഇയ്യോബ് തളരുന്നില്ല. കാരണം അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാ, അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാ. ഇയ്യോബിന് യഹോവയെ, ഇയ്യോബിന് ദൈവത്തെ നന്നായിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇയ്യോബിൻ്റെ ഹൃദയത്തെ തകർക്കുവാൻ സാത്താൻ ശക്തികൾക്കോ ഇയ്യോബിൻ്റെ ഭാര്യയ്ക്കോ കഴിയില്ല. അവൻ ഉത്തമനായൊരു പുരുഷനാണ്. അല്ലെങ്കിൽ ഇയ്യോബ് ഉത്തമനാണ്. രോഗമാണെങ്കിലും പുള്ളി നല്ല ഉത്തമനായൊരു മനുഷ്യൻ്റെ ഹൃദയം കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ആ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടില്ല. ഇവിടെ നമുക്ക് ദൈവത്തിന് വചനം കാണാൻ കഴിയുന്നത് കവറിങ് സ്വർണ്ണം തീയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് കരുവാളിക്കുന്നു. അല്ലെങ്കിൽ ഈ കടയിലൊക്കെ ചിലരൊക്കെ പണയം വെക്കാൻ കൊണ്ടിരുന്ന സ്വർണ്ണങ്ങളൊക്കെ അത് കടക്കാർ വാങ്ങിച്ചു വരച്ചു നോക്കി ഇത് മുക്കുകൊണ്ട വന്നു തുടങ്ങി. അല്ലെങ്കിൽ അത് തീയിലൂടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കവറിങ് മുഴുവൻ പോയി കഴിഞ്ഞ് പിന്നെ അത് കരിവാളിച്ച് കടത്തിരേണ്ടത് പോയിരിക്കും എന്ന് പറഞ്ഞവരാണ് ചില മനുഷ്യരെ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് യഥാർത്ഥമായി ദൈവത്തിനോട് ഏൽപ്പിച്ചു കൊടുത്ത് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടവൻ, ജഗത്തിലെയും ആത്മാവിലെ സകല കൺമഷവും നീക്കിക്കളഞ്ഞവൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ ഏത് തീയിൽ കൂടി കടന്നുപോയാലും തീരെന്ന പോലെ കടന്നുപോയാലും അവൻ ഒരിക്കലും മാറിപ്പോകാതെ, അവൻ്റെ മുഖം കരിവാളിക്കാതെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, വിശ്വാസം ക്ഷീണിച്ചു പോകാതെ അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. എന്നാൽ കവറിങ് ഒക്കെ ചെയ്തതാണെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ തീയിലൂടെ കടന്നു പോകും, കരുവാളിച്ചു പോകും. അതാണ് ഇയ്യോബിൻ്റെ ഭാര്യ. ഇയ്യോബിൻ്റെ ഭാര്യ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടിരുന്നില്ല. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ഇയ്യോബിൻ്റെ കഷ്ടതയോട് കൂടെ ചേർന്നേനെ. പക്ഷേ കഷ്ടത വന്നപ്പോൾ അവളുടെ പുറമേയുള്ള കവറിങ്ങെല്ലാം അങ്ങ് പോയി. പുറമേ അവൾ ഭയങ്കര ഭക്തിയായിരുന്നു. ആ കഷ്ടത വന്നപ്പോൾ പുറമേയുള്ള ഭക്തിയൊക്കെ മാറി അവളുടെ അകത്തെ മനുഷ്യനെ തന്നെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയരേ, പോരാട്ടങ്ങളുടെ പാതയിൽ കൂടി ഇയ്യോബ് സ്വർണം പോലെ തിളങ്ങി. പോരാട്ടത്തിൻ്റെ വേളകളിൽ, പരീക്ഷയുടെ വേളകളിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ ആ വ്രണം പിടിച്ചിരിക്കുന്ന അനുഭവം ഇയ്യോബ് ഒരു സ്വർണം പോലെ തിളങ്ങി. എന്നാൽ ഇയ്യോബിൻ്റെ ഭാര്യയോ തൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. ഇയ്യോബിൻ്റെ ഭാര്യ എന്ത് ചെയ്തു? യഥാർത്ഥ സ്വഭാവം കാണിച്ചു. ഹല്ലേലൂയ. തീയുടെ അരികിൽ മെഴുകൊണ്ട് വന്നാൽ ആ ദുരുകി ഒന്നുമില്ലാതെ പോകും. എന്നാൽ കളിമണ്ണ് കൊണ്ട വെച്ചാൽ കളിമണ്ണ് ആ തീൽക്കകത്ത് വെന്ത് നന്നായിട്ട് ചുട്ടുപഴുത്ത് നല്ല മുറുകി ഉറപ്പുള്ളൊരു പാത്രമായിട്ട് വരും.
അല്ലേറിയ. നിങ്ങളിനി മെഴുകെടുത്തിട്ട് തീയുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ കാണുക, ആ മെഴുക ഉരുകിപ്പോവും. എന്നാൽ കളിമണ്ണ് തീയിൽ കൂടി ശോധന കഴിക്കും. എന്ത് ചെയ്യും? ആ കളിമൺ പാത്രം നല്ല ഉറപ്പുള്ള മേന്മയുള്ള നല്ല മേത്രമായൊരു പാത്രം പോലെ പുറത്തു വരും. അതുകൊണ്ട് ഈ മണ്ണിൽ നിന്നും എടുത്ത്, ഈ പൊടിയിൽ നിന്നും എടുത്ത്, അല്ലിയ പൊടിയിൽ നിന്ന് വാർത്തെടുത്ത, പൊടിയിൽ നിന്ന് നിർമ്മിച്ച മനുഷ്യനായിരിക്കുന്ന ഇയ്യോബിനെ ആ തീയിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ദൈവം കടത്തിവിട്ടപ്പോഴും ഇയ്യോബ് ഒരു മെഴുക് ഒരുങ്ങുന്നത് പോലെ ഉരുകി തീയോട് ചേരാതെ താൻ മണ്ണിൽ നിന്ന് എടുത്തവനായതുകൊണ്ട് ആ തീയിൽ കൂടി കടന്നുപോയപ്പം ദൈവത്തിന് കൊള്ളാകുന്ന മനോഹരമായ ഒരു പാത്രമായി പുറത്തു വരികയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ ദൈവത്തിന് വേണ്ടി മനോഹരമായ ഒരു കളിമൺ പാത്രമായി, നീ ദൈവത്തിന് വേണ്ടി മനോഹരമായ മൺപാത്രമായി, നീ ദൈവത്തിന് പ്രയോജനമുള്ള ആ തീയിൽ കൂടി എന്ന് പറയുന്ന ശോധനയോട് നീ കടന്നു പോകുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ വാക്കുകൊണ്ട് പോലും ദൈവത്തോട് പാപം ചെയ്യാതെ, വേദനകൾ കടന്നു വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം കടന്നു വരുമ്പോൾ, കടക്കെണികൾ കടന്നു വരുമ്പോൾ, കുടുംബ ജീവിതം തകരുമ്പോൾ, തലമുറയെ കൂടി നീ ഭാരപ്പെടുമ്പോൾ, ദേശത്തിന് ഒറ്റപ്പെടുമ്പോൾ, കുടുംബത്തിൽ നിന്നെ ഒറ്റപ്പെടുമ്പോൾ, വിശ്വാസത്തിന്റെ പേരിൽ നീ അനാഥത്വം വഹിക്കുന്ന സാഹചര്യങ്ങളിൽ നീ ഒരിക്കലും ദൈവത്തെ ത്യജിച്ചു പറയാതെ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ഇയ്യോബിനെ പോലെ തീയിൽ കൂടി എന്ന പോലെ, ഇയ്യോബിനെ കടത്തിവിട്ടപ്പോൾ സ്വർണം പോലെ, ഒരു പൊന്നുപോലെ ഇയ്യോബ് വിളങ്ങി നിന്നതുപോലെ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം കേട്ടോ. രക്തം ചെയ്യും. നിങ്ങൾ പുതിയ ദൈവത്തിൽ അപ്പോസ്തലന്മാരെയൊന്ന് പഠിച്ചു നോക്ക്. അപ്പോസ്തലന്മാർക്ക് ഈ അനുഭവത്തിൽ കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ കർത്താവിന് വേണ്ടി ശോഭിച്ചവരാ. ഹല്ലേലൂയ. മരണം മുന്നിൽ കണ്ടപ്പോഴും, മരണമണികൾ അവരുടെ കാതുകളിൽ കേട്ടപ്പോഴും, മരണം പലപ്പോഴും അവരെ അപഹരിച്ചു തോന്നിയപ്പോഴും, പീഡകളേറ്റു ഉപദ്രവിറ്റും രംഗസ്ഥലത്ത് വലിച്ചുകൊണ്ട് പോയപ്പോഴും, കാരാഗ്രഹത്തിൽ പൂട്ടിയപ്പോഴും, മൃഗീയമായ പീഡനങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങളിലൊക്കെ അപ്പോസ്തലന്മാർ തകർന്നു പോകാതെ ഇയ്യോബിനെ പോലെ ഉറച്ചു നിന്നു. രക്തം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവമാണ്. ഇത് ദുരനുഭവമാണ്. പ്രതിസന്ധികളേറെ നിറയപ്പെട്ടതാണ്, പരീക്ഷകൾ നിറയപ്പെട്ടതാണ്. വിശ്വാസത്തിന്റെ ചോദ്യചിഹ്നങ്ങൾ കടന്നു വരും, വിശ്വാസത്തിന്റെ വെല്ലുവിളികൾ കടന്നു വരും. ഈ ആത്മജീവിതത്തെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ സാത്താൻ പല പദ്ധതികളും കൊണ്ടുവരുമ്പോൾ നീ അതിനകത്ത് വീണു പോകാതെ, തളർന്നു പോകാതെ, യോബിനെ പോലെ ദൃഢഗാത്രനായി നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. രക്തം ചെയ്യും. പ്രയോജനോ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിക്കട്ടെ, ദൈവത്തുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. രോഗത്തിലും ആപത്തിലും കഷ്ടതയിലും സങ്കടത്തിലും നിന്റെ സ്നേഹം വർദ്ധിക്കട്ടെ. ദൈവത്തുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, യോബിൻ്റെ ഭാര്യയ്ക്ക് ആ പരീക്ഷകളെ താങ്ങുവാനുള്ള ശക്തിയില്ലായിരുന്നു. യോബിൻ്റെ ഭാര്യയ്ക്ക് യോബിന് വന്ന പരീക്ഷകളെ താങ്ങുവാനുള്ള ശക്തിയില്ലായിരുന്നു. ദൈവത്തെ ത്യജിച്ച് പറയുവാൻ, അല്ലെങ്കിൽ ദൈവത്തെ ദുഷിച്ച് പറയുവാൻ തൻ്റെ ഭർത്താവിനോട് അവൾ പറയുക, അല്ലെങ്കിൽ നിനക്കൊരു മുഴം കയറ് കിട്ടിയില്ലേ ചാകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന പോലെ. നമ്മളിവിടെ ഒരു മുഴം കയറി നിനക്ക് ചാകാൻ മേലായിരുന്നു, ഒരു മുഴം കയറി കിട്ടാൻ ചാകും എന്നൊക്കെ ചില പറയത്തില്ലേ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു മുഴം കയറി തീർക്കും എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ യോബിൻ്റെ ഭാര്യ പറഞ്ഞു, നിനക്ക് ഒരു മുഴം കയറിൽ നിന്റെ ജീവിതം അടക്കിക്കളയത്തില്ലേ, നിന്റെ ജീവിതം ഒടുക്കിക്കളയത്തില്ലേ എന്നൊക്കെ യോബിൻ്റെ ഭാര്യ യോബിന് ചോദിക്കുന്നത് പോലെയാ അവളുടെ വാക്കുകൾ. പക്ഷെ യോബിൻ്റെ നില എന്തായിരുന്നു? യോബിനാണെങ്കിൽ അധികമായ വേദനകൾ, ശരീരത്തെ വലിയ പരുക്കൾ, പുണ്ണുകൾ, നിദ്രയില്ലാത്ത രാത്രിയിൽ, പകലും രാവുമെല്ലാം ജീവിതത്തിൽ വളരെ കഠിനമായ വേദനകൾ. യോബിൻ്റെ ഭാര്യ യോബിനെതിരെ നിൽക്കുമ്പോൾ യോബിന്റെ പരുക്കളാൽ ബാധിച്ച് വേദനകളാൽ, അല്ലെങ്കിൽ ശരീരമാസകരം ചൊറിഞ്ഞ് ഓട്ടുകഷ്ണം കൊണ്ട് ചിരണ്ട് ശരീരത്തിനകത്തുള്ള ഭ്രമത്തിനകത്തെ പുഴുക്കളെ തോണ്ടിക്കളഞ്ഞ് ഉറക്കമില്ലാത്ത രാത്രികൾ യോബിന്. ആ മനുഷ്യൻ കടന്നുപോയി പാതയെ നിങ്ങൾ ചിന്തിക്കുക. ഉറക്കമില്ലാത്ത നിങ്ങളുടെ ശരീരത്തിന് അങ്ങനെ ഒരു വ്രണം വന്നാൽ നിങ്ങൾ സഹിക്കുമോ പ്രിയ ശ്രോതാവേ? എന്നാൽ യോബിൻ്റെ ശരീരമാസകലം വ്രണം പിടിച്ച് പരിക്കളം നിറഞ്ഞ് വ്രണത്തിനകത്ത് പുഴുക്കൾ, അത് കുത്തുമ്പോൾ ഈ യോബിൻ്റെ ശരീരത്തിനകത്ത് അത്ര വേദന. ഓട്ടുകഷ്ണം കൊണ്ട് പുഴുക്കളെ കുത്തിയെടുത്ത് കളയുമ്പോഴും തൻ്റെ ഉള്ളിലെ ദൈവമനുഷ്യൻ മരിച്ചു പോകാതെ, യോബിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, യോബ് ദൈവത്തിൽ ഒരു ഉത്തമനായി നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളിൽ യോബിന് കടന്നു വന്നപ്പോൾ യോബ് ദൈവത്തെ പ്രശംസിച്ചുകൊണ്ട്, ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് ആദരം കൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ യോബ് മുന്നോട്ട് കടന്നുപോയി കാണും.
ഹല്ലേലൂയ. ആമീൻ. എന്നെ കേൾക്കുന്ന പ്രിയേ, എന്നാൽ യോബ് തൻ്റെ ഉള്ളിലെ വിശ്വാസത്തെ സത്യത്തെയും താൻ ഒരിക്കലും വിട്ടുമാറിയില്ല. യോബ് തൻ്റെ ഉള്ള വിശ്വാസത്തെ സത്യത്തെ ഒരിക്കലും ത്യജിച്ചു കളഞ്ഞില്ല. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ഉള്ളിലെ വിശ്വാസത്തെ സത്യത്തെ നീ ത്യജിച്ചു കളയരുത്. നിന്റെ ഉള്ളിലെ നിന്റെ സത്യത്തെ നീ വിൽക്കരുത്. നിന്റെ വിശ്വാസം നീ വിൽക്കരുത്. സാത്താനെ നീ അടിയേറെ പറയരുത്. യോബിനോട് യോബ് പറയുന്ന വാക്കുകളുണ്ട്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം വലിയൊരു സ്തോത്രം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു. 21-ാമത്തെ വാക്യം. ആമേ സ്തോത്രം. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യോ പറയാ, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. അല്ലൊരു യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് പാപം ചെയ്യാതെ, ആമീൻ, പാപം ചെയ്യൂ, ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുവാനോ ചെയ്തില്ല. നഗ്നനായ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ദൈവം തന്നു, ദൈവം എല്ലാം എടുത്തു. എൻ്റെ 10 മക്കളെ, ആടുമാട്, കന്നുകാലികളെല്ലാം, ദാസന്മാരെല്ലാം, അല്ലുയ്യ, ആമേ, ദൈവം എടുത്തു. എനിക്കതിനകത്ത് പരാതിയില്ല. ദൈവം തന്നതാ. ഞാൻ അമ്മയുടെ ഉദരം നഗ്നനായി വന്ന ഞാനും അതുപോലെ നഗ്നനായി പോകും. പക്ഷേ ആ പരീക്ഷയെ താങ്ങുവാൻ യോബിൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ല. അല്ലേ? അവൾ മനസ്സുകൊണ്ട് ദൈവത്തെ വെറുക്കുക. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, ആമീൻ, തൻ്റെ ഹൃദയത്തെ ഒരിക്കലും ഭാരപ്പെടുത്താതെ, വേദനപ്പെടുത്താതെ താൻ ദൈവത്തോട് സമാധാനമായി നിന്നു. ആമീൻ, സ്തോത്രം. യോബിൻ്റെ ഭാര്യ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ അവൾ കാവൽ അലയുന്ന ഒരു അനുഭവമായി മാറി. ദൈവത്തോട് വിരുദ്ധമായി സംസാരിക്കുക. ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് യോബ് വീണ്ടും ചോദിക്കുക. 2-ാമത്തെ 10-ാം വാക്യം എന്താണ്? അല്ലെങ്കിൽ യോബിൻ്റെ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറയുക. എവിടെ നോക്കിയാലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രഖ്യാപിക്കുന്ന ആമേൻ നിദ്രകളില്ലാത്ത, ഉറക്കമില്ലാത്ത, രാത്രിയുടെ കടന്നു പോകുന്ന വ്രണം പിടിച്ച മനുഷ്യൻ പറയുക, ആമേൻ, ദൈവത്തിലേക്ക് നാം നന്മ കൈക്കൊള്ളും, തിന്മയും കൈക്കൊള്ളരുതോ. അതെ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ഉറപ്പിതുപോലെ ആയിരിക്കണം. രക്തം ചെയ്യും. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ പല സമയങ്ങളിലും, ദുഃഖസമയം, കഷ്ടസമയങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം സ്വർഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചില പരീക്ഷകൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും, നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും, ദൈവത്തോടുള്ള വിശ്വാസം എന്തായിരിക്കുമെന്ന് സ്വർഗം നിന്നെ സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവത്തിന് വിരോധമായി സംസാരിക്കുവാൻ സാത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന് വിരോധമായി സംസാരിപ്പാൻ, ദൈവത്തിനെതിരെ എതിർക്കുവാൻ, ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ സാത്താൻ നിനക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും തരും. പക്ഷെ ഒരിക്കലും നീ സാത്താൻ്റെ കടിയിൽ വീണു പോകരുത്. ആമേൻ. യോബിൻ്റെ ഭാര്യ വീണു പോകരുത്. അതിനല്പം പോലും ഇടം കൊടുക്കരുത്. യോബിൻ്റെ ദീർഘക്ഷമം നിങ്ങളിലും കാണണം. യോബിൻ്റെ ദീർഘക്ഷമം എന്ത് ചെയ്യണം? നിങ്ങളിലും കാണണമെന്ന്. ഹല്ലേലൂയ. നിങ്ങളിലും കാണണം. യാതൊരുവിധ സാഹചര്യത്തിലും ഒരിക്കൽ പോലും ദൈവത്തെ നിങ്ങൾ ദൂഷിക്കരുത്. സാമ്പത്തികമുള്ളപ്പോൾ, സാമ്പത്തികം നഷ്ടപ്പെടുമ്പോൾ, രോഗിയായി മാറുമ്പോൾ, കഷ്ടത വരുമ്പോൾ, നിന്ദ വരുമ്പോൾ, അപമാനം വരുമ്പോൾ, വീട്ടിൽ നിന്നെ ഇറക്കി വിടുമ്പോൾ, ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കുമ്പോൾ, ഭാര്യ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ, മക്കൾ നിന്നെ തള്ളിക്കളയുമ്പോൾ, മക്കൾ നിന്നെ ഓട്ടേജുണ്ടാക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നീ ദൈവത്തെ തള്ളിപ്പറയരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതാരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വലിയ കഠിനമായ ശോധനയുടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെയൊക്കെ ഞാൻ ദൈവത്തെ ത്യജിച്ചു പറയാതെ, ഞാൻ യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന് എടുത്ത തീരുമാനത്തിനനുസരിച്ച് പോകാൻ ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും. അതെ, കഷ്ടതയുടെ കഠിന ശോധനയുടെ കടന്നുപോയാലും നാലാമനായി ഇറങ്ങി വന്ന ഒരുവൻ നിന്നോട് കൂടെയുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ശത്രുക്ക് മേശകവിനെത്തി തീയിലേക്ക് തള്ളിയിട്ടെങ്കിലും നാലാമനായി ഇറങ്ങി വന്ന ദൈവം അതുപോലെ വ്രണങ്ങളാൽ, പരിക്കളാൽ ബാധിച്ച യോബിന്റെ ജീവിതത്തിൽ രണ്ടാമനായി ഇറങ്ങി വന്ന ദൈവമുണ്ട്, യഹോവയായ ദൈവം. അതുകൊണ്ട് യോബ് അത്തരം കൊണ്ട് പാപം ചെയ്യുന്നില്ല. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തിന് വേണ്ടി നിൽക്കണം. തള്ളി പറയരുത് ദൈവത്തെ. എത്രമാത്രം രക്തസാക്ഷികൾ വിശ്വാസത്തിന് വേണ്ടി കർത്താവുള്ള സ്നേഹത്തിന് അവസാനം വരെ വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞകാല ജീവിത ചരിത്രം പഠിച്ചാൽ, വിശ്വാസ വീരന്മാരെ കുറിച്ച് പഠിച്ചാൽ, കഴിഞ്ഞകാല സമാചരിത്രം പഠിച്ചാൽ, വിശ്വാസത്തിന് വേണ്ടി കർത്താവിനോട് കൂടി നിന്ന് വളരെ കഠിനമായ ശോധന കടന്നുപോയവരുണ്ട്.
അത് നമ്മൾ ദൈവത്തോട്. അപ്പം ഇയ്യോബിനെ വെറുത്തു. ഇയ്യോബിൻ്റെ ഭാര്യ ദാലിയ സ്തോത്രം ദൈവത്തെ നിന്ദിച്ചു പറഞ്ഞു. അല്ലേറിയ പിന്മാറ്റം. എങ്കിലും അവളെ ദൈവം മറന്നില്ല കേട്ടോ, അവളെ ദൈവം മറന്നില്ല. പിന്നത്തേതിൽ അവളെ ദൈവം ആരെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം അവളെ ജീവനോടെ ഇരുത്തി. ഇയ്യോബുമായുള്ള ബന്ധം പിരിച്ചുവിടാതെ ഇയ്യോബിനോട് ചേർത്ത് അവളെ നിർത്തി ദൈവം. അല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലേലൂയ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലേലൂയ. ആമി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെ യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സൗഹൃദം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തൻ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഹല്ലേലൂയ. കണ്ടോ, ഇയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. അവന്റെ സഹോദരങ്ങളും ബന്ധുക്കളും മുമ്പ് പരിചയവരും എല്ലാം അവൻ്റെ അരികിൽ വന്ന് ഇയ്യോബിനോട് കൂടി സന്തോഷം അനുഭവിച്ച്. ഹല്ലേലൂയ. എല്ലാവരും അവനെന്ത് ചെയ്തു? ഓരോ പൊൻനാണ്യവും ഓരോ പൊന്മോതിരവും അവന് കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികമായി അനുഗ്രഹിച്ചു. അവന് 14,000 7,000 അല്ലെ ആടിന് പകരം 14,000 ആടും 6,000 ഓട്ടവും 6,000 ഏർക്കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾക്ക് യമീമ എന്നും, രണ്ടാമത്തവൾക്ക് എസിയ എന്നും, മൂന്നാമത്തവൾക്ക് ഹപ്പൂക്ക് എന്നും പേര് വിളിച്ച്. യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. കണ്ടോ, യോബിന്റെ ഭാര്യയെ ദൈവം കൂട്ടത്തിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? യോബിന് നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി കൊടുത്തിട്ട് യോബിന് മരിച്ചുപോയ 10 മക്കൾ വീണ്ടും 10 മക്കളെ കൊണ്ട് യോബിന്റെ ഭാര്യ പ്രസവിച്ചു. 7 ആൺമക്കളെയും 3 പെൺമക്കളെയും കൂടെ ഇയ്യോബിന്റെ ഭാര്യ മരിച്ചു. അവൻ ഇയ്യോബിന്റെ ഭാര്യ എന്ത് ചെയ്തു? ഇപ്പൊ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ദൈവം കൊടുത്തു. അല്ലേ? അപ്പൊ ഇയ്യോബിന്റെ ഭാര്യ മരിച്ചു പോകാതെ ആത്മീയമായി മരിച്ചെങ്കിലും പിന്മാറ്റക്കാരായി അവൾ മരിച്ചുവെങ്കിലും ദൈവം അവളെ തള്ളിക്കളയാതെ അവളെ ചേർത്ത് പിടിച്ച് പിന്നത്തേത് ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയപ്പോൾ അവളുടെ ഗർഭപാത്രത്തിൽ തന്നെ 7 ആൺമക്കൾ 3 പെൺമക്കൾ ജനിച്ചു. ഹല്ലേലൂയ. ജനിച്ചു. ഏറ്റവും വലിയ സുന്ദരിമാരായ കുട്ടികൾ. ഒന്ന് ഓർത്തേക്ക്. അപ്പൊ യോബിന് എത്രയായി? 10 20 മക്കളായി. 10 മക്കൾ മരിച്ച സ്വർഗത്തിൽ വീണ്ടും 10 മക്കളെ ഭൂമിയിൽ കൊടുത്ത് അങ്ങനെ 20 മക്കൾ എല്ലാത്തിനും ഇരട്ടിയായി. അതെ, ദൈവം നിന്നെ മറന്നു കളയുന്നവനല്ല. ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നവരല്ല. കഷ്ടത വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ദുഃഖം വരും, കണ്ണുനീര് വരുമ്പോൾ നീ ദൈവത്തെ ത്യജിച്ചു പറയാതെ, ദൈവത്തിന് വിരോധമായി നിൽക്കാതെ, ദൈവത്തെ ദുഷിച്ചു പറയാതെ, ഒരു പിന്മാറ്റക്കാരിയായി യോബിന്റെ ഭാര്യയെ പോലെ നീ ആയി മാറാതെ, യോബിനെ പോലെ ദൃഢഗാത്രനായ ഉത്തമനായി ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവം നന്മ ചെയ്യും. കൂടെ തിന്മ വന്നാൽ അതും അനുഭവിക്കണം. ആമേൻ. അതരം കൊണ്ട് പാപം ചെയ്യാതെ, ഹൃദയം കൊണ്ട് പാപം ചെയ്യാതെ യോബ് ദൈവത്തോട് ചേർന്ന് നിന്നതുപോലെ ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഞാൻ ഈ വചനം പറഞ്ഞ് നിങ്ങൾക്കെല്ലാം പരീക്ഷകളുണ്ട്, ശോധനകളുണ്ട്. എനിക്കുകൊണ്ട് ഒരുപാട് പരീക്ഷകളും ശോധനകളും ഒരുപാട് വെല്ലുവിളികളും എനിക്കുമുണ്ട്. എങ്കിലും ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. എന്നെ അനാഥനായി വിടത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, എൻ്റെ സങ്കടം കാണുവാൻ, എൻ്റെ വേദനകൾ അറിയുവാൻ, എൻ്റെ രോഗം അറിയുവാൻ, എൻ്റെ ശാരീരിക സ്ഥിതി അറിയുവാൻ, എൻ്റെ സാമ്പത്തിക അനുഭവങ്ങൾ അറിയുവാൻ എന്നെ കൂടെ ഇരുന്ന് സഹായിക്കുന്ന യേശു എനിക്കുള്ളത് കൊണ്ട് ഞാൻ തകർന്നു പോയില്ല. യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയതുപോലെ എനിക്ക് മാതാവേ, പിതാവേ, നിനക്ക് നഷ്ടപ്പെട്ടത്, എനിക്ക് സഹോദരൻ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടങ്ങിത്തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ നീ തകർന്നിരിക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും വളരെ കടക്കണിയാൽ കടന്നു പോകുന്ന, ആമെ കടക്കാൻ വീട്ടിൽ വന്ന് വളരെ അസഭ്യം വിളിച്ചു പറയുന്ന, മാനസികമായി തന്ന നാട് വിട്ടു പോയേക്ക എന്ന് ചിന്തിച്ചിരിക്കുന്ന അനവധി കുടുംബങ്ങൾ ആമീനുണ്ട്. ചിലരൊക്കെ എന്നെ വിളിക്കുമടയായി. അല്ല, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ദൈവം നിന്റെ സ്ഥിതിക്ക് ഒരു ഭേദം വരുത്തും. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്താൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ, ദൈവത്തോട് പറ്റിയിരിക്കുന്നു, നിന്റെ എല്ലാ അവസ്ഥയ്ക്കും ദൈവം മാറ്റിവരും. ചില പരീക്ഷാ ഘട്ടങ്ങളോട് യോബ് കടന്നു പോയതുപോലെ നീ കടന്നു പോയാലും
അവിടെ നീ തളരരുത്. യോവിനെ പോലെ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുക. കണ്ണുകളടച്ചാട്ട് ബിസിനസ്സിൽ തകർന്നവർ, ജീവിതത്തിൽ തകർന്നവർ, കുടുംബം തകർന്നവർ, രോഗികളായിരിക്കുന്നവർ, ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ട്, സമൂഹത്തിൽ എല്ലാം ജോലി നഷ്ടപ്പെട്ട് കടക്കനിയാൽ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം തരാൻ പോവുകയാണ്. നിന്റെ കണതിൻ്റെ ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. നിന്റെ സങ്കടങ്ങൾ ദൈവം മാറ്റാൻ പോവുകയാണ്. എന്നോടൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ ഞങ്ങളുടെ പല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കടക്കണികളും രോഗങ്ങളും മാരകമായ പ്രയാസങ്ങൾ, ജീവിതം തകർന്ന് കുടുംബജീവിതം ചിന്ന ഭിന്നമായി എല്ലാ വിധത്തിലും പരീക്ഷയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങളുണ്ട്. കടക്കണിയാൽ കടന്നു പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ട് സങ്കടപ്പെടുന്ന അനവധി ആളുകളുണ്ട്. അവർക്കെല്ലാവരും കർത്താവിന് വിടുതൽ ആശ്വാസം കൊടുക്കണമേ. യോബിൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരും. ഒരു മാറ്റം കൊടുക്കണം. ശാപങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോട്ടെ, ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. യോബിൻ്റെ ഭാര്യ വിമാനക്കാരി പോലെ സംസാരിക്കാതെ യോബിനെ പോലെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിപ്പാൻ എല്ലാവരും ഒരുക്കണമേ. കേരളത്തിലെ ജനത്തിനായി, ഇന്ത്യയിലെ ജനത്തിനായി, ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിനായി പ്രാർത്ഥി. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, മേധാവി, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ഭരണ സംവിധാനങ്ങളെയും സകല ജനത്തെയും കർത്താവെ, കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾക്കാണ് BCRP അടക്കമുള്ള സൈന്യത്തിനായി, പോലീസ് സെക്ഷനുകൾക്കായി, ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്ന SS ഫോഴ്സ് വിഭാഗത്തിനായി, രഹസ്യാനുഷ്ഠാനങ്ങൾക്കായി, ക്രമസമാന പാലകരെ, കർത്താൻ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, സകലമേലും പുതുമയിൽ, ആരോഗ്യമേൽ, വിദ്യാഭ്യാസ, സാമ്പത്തികമേൽ, ബാങ്ക് മേഖലയായിരിക്കുന്ന എല്ലാ സൈനിക എഞ്ചിനീയർമാരെയും, എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, മീഡിയ രംഗം നിൽക്കുന്നവർ, എല്ലാ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർമാർ, എല്ലാ ഭരണദേശ പാർട്ടികളെ ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, പാടത്തും പറമ്പിലും കോറിയിലും കല്ലിലൂടും മണ്ണോടും പണിയെടുക്കുന്ന വിയർപ്പിച്ചോ കർത്താൻ ജോലിയാക്കി കഠിനാധ്വാനം ചെയ്യുന്നവർക്കായി, തീരദേശവാസികൾക്കായി, കടലോരവാസികൾ, മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നു പോയിരിക്കുന്നവർ, ഖനികളിലും കമ്പനി ഫാക്ടറി ജോലി വരും ചേർന്ന എല്ലാ വ്യാപാരി ദിവസം വഴിയൊരു കച്ചവടക്കാരെ, ക്ഷീരമേഖലയിൽ ഇസ്ലാമിക കാർഷിക മേഖലയായിരിക്കുന്നവർ, കർഷക, മെക്കാനിക്, മോട്ടോർ, യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എല്ലാ ടാക്സിയുടെ ഡ്രൈവേഴ്സിനെയും, എല്ലാ വാഹനങ്ങളും, കരയിലും കടലും ആകാശമാർ വാഹനം ഓടിക്കുന്നവരെ, വാഹനത്തിൽ യാത്ര ചെയ്ത് വിദേശത്തെ രാജ്യത്ത് വിദേശത്തെ കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, സാലറി കിട്ടാതെ, ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിസ കിട്ടാതെ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് ഭാരപ്പെടുന്നവർ, ജയിലിൽ കിടക്കുന്ന വിദേശ രാജ്യം പീഡ അനുഭവിക്കുന്നവരെ എല്ലാവർക്കും പ്രാർത്ഥിക്കും. മദ്യത്തിനും മയക്കുവിനും മനസ്സിലേക്കിലേക്ക് അടിമപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ കുടുംബച്ച് പിടിക്കപ്പെടുവാൻ വിധമാരകമായ രോഗത്താൽ കടന്നു പോകുന്നവരുണ്ട്. ഇവിടെ സർജറിക്കാൻ വിധേയപ്പെട്ട കർത്താവെ, പണമില്ലാതെ സർജറി കർത്താവൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് നേരിൽ കടക്കണിയാൽ ഭാരപ്പെടുന്ന ബിസിനസ് തകർന്നവർ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട കുടുംബജീവിതം നഷ്ടപ്പെട്ടവർ, കർത്താവെല്ലാം വിധിവിക്കപ്പെടാൻ പ്രാർത്ഥിക്കേണ്ട. ശൈശവത്തിൽ മാന്യ കൗമാരി യുവനത്തിൽ വാർത്തയും ധ്യാനപുരത്തിൽ അസന്നർ യാചക ഓർഫന്റെ ചോട്ടിൽ തലമുറയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവിടുത്തെ അബ്കാരികളെ, മയക്കുമരുന്നുകൾ സന്ദർശന അനവധി കുടുംബങ്ങളെ തകർത്ത് പണം ഉണ്ടാക്കുന്ന ഈ സാത്താന്യ ശക്തികളെ ദൈവം സംബന്ധിച്ച എല്ലാ സാത്താന്യ ആരാധനകളെയും, സാത്താന്യ ഓൺലൈൻ ആരാധന, സാത്താന്യ ഗ്രൂപ്പുകളെയും ദൈവം നീക്കം ചെയ്യാനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ദൈവനാമത്തിന് വിരോധമായി പിശാച് പല പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിലൊന്നും ജനം വീട് പോകാതെ ഈ ജനം വിശ്വാസത്തെ കുറച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ജനത്തെ ഒരുക്കണമേ. കണ്ണുനീര് മാറുവാൻ, സങ്കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറുവാൻ, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുവാൻ, ഇന്ന് ആർക്ക് കർഷകർ കടന്നു പോകുന്നു, നിരാശകൾ കടന്നു പോകുന്നു, അവർക്ക് ഒരു വീടിൽ ആശ്വാസം കൊടുക്കണമേ. കടക്കണിയാൽ ഭാരപ്പെട്ട് ഭവനത്തിനകത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ ജീവിതങ്ങളുണ്ട്, അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. കടക്കാരുടെ ദൈവം ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. കൊള്ളപ്പലിശയും കള്ളവിളിയിലും ഒക്കെ നൽകി അതിനെ ജനത്തെ ചൂഷണം ചെയ്തവർ, അങ്ങനെയുള്ളൊരു എല്ലാ അക്രമങ്ങളും ആശുപത്രികളും എല്ലാം ഉണ്ടായ രക്തച്ചൊല്ലി മാറിപ്പോട്ടെ. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവമില്ല എന്ന് പറഞ്ഞ മൂടന്മാർ, നിരീശ്വരവാദി, യുക്തിവാദികളടക്കം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ജീവനുള്ള ദൈവത്തെ അനുഗ്രഹിക്കപ്പെടണം. ലോകവ്യാപകമായ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഭേദമായി ഉൾപ്പെട്ടുള്ള നാശനഷ്ടങ്ങൾ, കഠിനമായ ചൂടിൻ്റെ അനുഭവങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും ജനം ദൈവത്തിലേക്ക് മടങ്ങി വന്ന് യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിപ്പാൻ ഈ ജനത്തിൻ്റെ കണ്ണുകൾ, ഹൃദയങ്ങൾ തുറക്കട്ടെ. സകലത്തിൽ വലിയ ദൈവനീതി വെളുക്കണം. സകല മുഖത്ത് എടുത്താട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.